ഹായ്, ഞാൻ ഒരു ടിപ്പ് പറയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ എപ്പോഴും ഒരു പ്ലോട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോർമലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡെവലപ്പറിന്റെ കയ്യിൽ ഇരിക്കുന്ന പ്ലോട്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഓരോ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ പോലും നമ്മൾ നോക്കേണ്ട രണ്ട് മൂന്ന് കേസുകളുണ്ട്. റോഡ്, കാരണം എല്ലാവരും ഫ്രണ്ടേജ് കിട്ടാൻ വേണ്ടി ഏറ്റവും ഫ്രണ്ടിലത്തെ പ്ലോട്ട് കൂടുതലും പേര് എടുക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ പ്ലോട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ സൈറ്റിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ കാണുന്നത് മെയിൻ റോഡാണ്. ഈ കാണുന്നതെന്ന് പറയുന്നത് ഈ പ്ലോട്ടിലോട്ടുള്ള നമ്മുടെ ഈ ഡെവലപ്പേഴ്സ് ചെയ്തേക്കുന്ന പ്ലോട്ടിലേക്ക് വേണ്ടിയിട്ട് വരാനുള്ള റോഡാണ്. അപ്പം എല്ലാവരും ഈ ഫ്രണ്ട് പ്ലോട്ട് പോയി എടുക്കുമ്പോൾ റൂൾ പ്രകാരം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ട് റോഡിൽ നിന്ന് 3 മീറ്ററും ഈ പ്രൈവറ്റ് റോഡാണെങ്കിൽ പോലും അവിടുന്ന് ഈ പറയുന്ന പോലെ 3 തൊട്ട് 2 മീറ്റർ വരെ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അവസാനം പിന്നെ വീട് പണിയാനുള്ള സ്പേസ് വളരെയധികം കുറവാണ്. ലുക്ക് വൈസ് ഓക്കെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അതുപോലത്തെ സ്പേസ് എടുക്കാം. എന്താ വെച്ചാൽ ഒരു എബോ 10 സെന്റിന് മേളിൽ എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ എങ്കിലും വീട് നമുക്ക് നല്ല രീതിയിൽ പണിയാൻ പറ്റുള്ളൂ. അതിൽ കുറഞ്ഞ രീതിയിൽ നമ്മൾ ഈ പണിത് കഴിഞ്ഞിട്ടും കാര്യമില്ല, കാരണം അത്രയും വില കൊടുത്ത് ഫ്രണ്ടേജ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അകത്തോട്ട് കീറിയിട്ടുള്ള പോട്ട് എടുക്കുക. അതാകുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഓഫ്സെറ്റ് കൊടുക്കേണ്ട 1 മീറ്റർ 1.5 മീറ്റർ വരെ മാക്സിമം കൊടുത്താൽ മതി. പിന്നെ വേറെ ഒരു കേസ് എന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ തോടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം തോട് വരുമ്പോഴും അതിനും റൂൾസ് ഉണ്ട്. റൂള് പ്രകാരം അവിടെയും ഡിസ്റ്റൻസ് വിടുന്നതിന് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എപ്പോഴും പ്ലോട്ട് മേടിക്കുമ്പം നമ്മൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ.